വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആവശ്യമില്ലാതെ വിൻഡോസ് അപ്ഡേറ്റ് കയറി വരിക എന്നുള്ളത്. അത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ ഡാറ്റ ഒരുപാട് പിടിക്കും. പിന്നെ പഴയ ലാപ്പൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ബാറ്ററി ബാക്കപ്പും ഒക്കെ നഷ്ടപ്പെടും. പഴയ വെർഷനിൽ നമ്മൾ തുടരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ വിൻഡോസ് അപ്ഡേറ്റ് എങ്ങനെ മാനുവലായിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക് കയറി വരുന്നത് സ്റ്റോപ്പ് ചെയ്യാം, അത് എന്ന് നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ സർവീസ് എന്ന് ടൈപ്പ് ചെയ്യുക. സർവീസസ് എന്ന് അടിക്കുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഓപ്പൺ ആക്കുക. ഇതുപോലെ ഒരു വിൻഡോ വരുന്നുണ്ടാവും. ഇവിടെ ഒരു വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്നും വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത് എടുക്കണം. അതിപ്പോൾ ഇത്രയും വലിയ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി എളുപ്പ വഴിയുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ കീബോർഡിൽ W ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ തവണ W ക്ലിക്ക് ചെയ്യുമ്പോൾ W ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. അവിടെ വിൻഡോസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കാം. W-ക്കകത്ത് ഇതായി കിടക്കുന്നു വിൻഡോസ് അപ്ഡേറ്റ്, ഇതാ വന്നിട്ടുണ്ട്. അത് ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്ത് ഒന്ന് ഓപ്പൺ ആക്കുക. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിരിക്കും കിടക്കുക. അത് മാറ്റിയിട്ട് ഡിസേബിൾഡ് കൊടുക്കുക. ഡിസേബിൾഡ് കൊടുത്ത ശേഷം അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഡിസേബിൾ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നത് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലത്തെ കമ്പ്യൂട്ടർ ടിപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം.